ഹലോ, ഞാൻ ലിബിന്നി. അപ്പം ഞാനിന്ന് സംശയം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അത് വിനയ് ഫോർട്ടും ഷർഫുദ്ദീനും നായകന്മാരായിട്ടുള്ള പടം രാജേഷ് രവി എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷർഫുദ്ദീനും മറ്റേ വിനയ് ഫോർട്ടുമാണ് പടത്തിലെ നായകന്മാർ. പിന്നെ വിനയ് ഫോർട്ടിൻ്റെ ഭാര്യയായിട്ട് ലിജോ മോൾ ജോസും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷർഫുദ്ദീൻ്റെ ഭാര്യയായിട്ട് പ്രിയംവദ എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട്. അത് പുതുമുഖ നടിയാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാനങ്ങനെ കണ്ടു പരിചയം എനിക്കില്ല. പിന്നെ പടത്തിൽ മറ്റേ പി കുഞ്ഞികൃഷ്ണൻ, മറ്റേ ഇന്നത്തെ കേസ് കൊടുന്ന് ഉള്ളതിലെ ആ ജഡ്ജി, പുള്ളിക്കാരൻ ഒരു കിടിലം റോള് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിദ്ദിഖും ഈ ഷറഫുദ്ദീൻ്റെ ബാപ്പയായിട്ട് സിദ്ദിഖ് ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പടമാണ്. അതായത് ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു സിനിമ. പിന്നെ അതൊരു ഫാമിലി നടക്കണ ഒരു ചെറിയൊരു കാര്യം അതിന് സംശയം എടുത്തെടുത്ത് പിന്നെ ആ സംശയം നിറവേറ്റുന്നതും അത് നിയമപരമായിട്ട് നേരിടുന്നതും അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് കൂടി തന്നെ ഉണ്ട്. അത് നിങ്ങൾ പടം കാണുന്നവർക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ആ മെസ്സേജും കാര്യങ്ങളെന്നൊക്കെ. എന്തായാലും ഗംഭീര ഒരു സിനിമ. പെർഫോമൻസ് ആണ് ഈ പടത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടിൻ്റെ മേക്കപ്പിൽ തന്നെ, അതായത് വിനയ് ഫോർട്ടിൻ്റെ രൂപത്തിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ കേശു ഈ വീടിൻ്റെ നായകൻ എന്ന പടത്തിലെ ദിലീപ് ചെയ്തേക്കണ ആ ഒരു ക്യാരക്ടറില്ല, അതായത് ചുണ്ടിലൊക്കെ ഒരു വ്യത്യാസം ഈ പടത്തിൽ ശരിക്കും തോന്നി. ഒരു ചുണ്ടിലൊക്കെ ഒരു വ്യത്യാസമുള്ള ഒരാളായിട്ടാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് പടം ഒരു ഫാമിലി പടം, ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറി കാണാവുന്ന ഒരു മെസ്സേജുള്ളൊരു പടം. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ മെസ്സേജ്. പിന്നെ പടത്തിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിയിലാണ്, അതായത് കുറച്ച് മെസ്സേജും കാര്യങ്ങളും തന്നെ പടമായതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. അത് സ്വാഭാവികം, അതൊക്കെ മനസ്സിലാക്കാവുന്നുള്ളൂ. എന്തായാലും ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ളൊരു പടമാണ് സംശയം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഷർഫുദ്ദീൻ്റെ പെർഫോമൻസിൽ വരുമ്പോൾ ഷർഫുദ്ദീൻ പുള്ളിക്കാരനൊരു അങ്ങനെ ഒരു പുള്ളിയുടെ ഭാര്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ മാറി താമസിക്കുന്ന ഒരാളാണ് ഷർഫുദ്ദീൻ. അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഷർഫുദ്ദീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷർഫുദ്ദീനും പുള്ളിയുടെ ഭാര്യയായിട്ട് പ്രിയംവദ എന്ന് പറഞ്ഞാൽ അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞോന്നറിയില്ല, അതായത് ഈ പടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും, അതായത് ഷർഫുദ്ദീനും വിനയ് ഫോർട്ടിനും ഓരോ കുട്ടികൾ വീതമുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു കരച്ചിലും ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ വരെ ആ കുഞ്ഞുങ്ങൾ കരഞ്ഞ സംഭവം ഇതിലുണ്ട്. അതായത് നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ ഒരു ഫീലാവും ആ കുഞ്ഞുങ്ങൾ കരയുന്നത് കാണുമ്പോൾ. അതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ക്യാമറയിൽ കിട്ടിയതെന്നൊക്കെ ഭയങ്കര സംശയമാണ്. എന്തായാലും പടം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കൂ. നല്ലൊരു പടമാണ്, ഒരു ഫാമിലി പടമാണ്. സംശയം. അപ്പോൾ ശരി, അത്രേ ഉള്ളൂ.